ഇന്നത്തെ റെസിപ്പി നമ്മുടെ അമൃതംപൊടിയും ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെയാണ്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിയുടെയും അമൃതം പൊടിയുടെയും ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് ഉണ്ടാവില്ല. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി പാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാലിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 1/2 ലിറ്റർ പാലില്ലേ, അതിൽ നിന്നും കുറച്ച് പാലും കൂടി എടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ചേർക്കണ പാലില്ലേ, അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാൽ ചേർക്കാം. ഇനി ഇത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പാലില്ലേ, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട്, അതായത് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും ഒക്കെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയുടെയും ഗോതമ്പ് പൊടിയുടെയും ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണേ. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഒരു തവണയിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കാണണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ഐസ്ക്രീം കിട്ടുക. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 4-5 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുകാനായിട്ട് തുടങ്ങും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് കുറുകി വരും. ഇവിടെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം മിക്സൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ കണ്ടോ, ഒന്നും കൂടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിത് നല്ലപോലെ അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഐസ്ക്രീമിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുക. ഞാനിതിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം സെറ്റാവാനായിട്ട് വെക്കുന്ന പാത്രമില്ലേ, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച ശേഷം 1.5 മണിക്കൂർ നേരം നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. 1.5 മണിക്കൂർ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. 2-3 മണിക്കൂർ നേരമൊന്നും വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ചിട്ട് നമുക്ക് വെക്കാം. ഞാനിതിവിടെ തണുക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 1.5 മണിക്കൂറായി ഇത് പുറത്തെടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് കട്ടയാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം കണ്ടോ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടില്ലേ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിലേക്ക് ചേർക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ ചേർക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ബട്ടർ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നല്ല തണുത്തതാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 10 മിനിറ്റ് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ബട്ടർ കയ്യിലില്ലെങ്കിലും സാരമില്ല, ഇതില്ലാതെയും ഈ ഐസ്ക്രീം ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം സെറ്റാവാനായിട്ട് എടുത്തിട്ടുള്ള പാത്രമില്ലേ, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് മൂടി വെച്ചാലും കുഞ്ഞു ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് ഫ്രീസറിലേക്ക് സെറ്റാവാനായിട്ട് മാറ്റാം. ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. 8-10 മണിക്കൂറൊക്കെ സമയമെടുക്കും ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. പിന്നെ ഓരോ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലും വ്യത്യാസം വരാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഇത്. നമ്മളാ ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിയുടെയോ അമൃതം പൊടിയുടെയോ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് ഉണ്ടാവില്ല. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. അത്ര ടേസ്റ്റിയാണ്. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറി കട്ട് ചെയ്തതും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും കണ്ടോ പകുതിയൊക്കെ അലിഞ്ഞു പോയി. കണ്ടോ നല്ല ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.